കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുനിന്നു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുനിന്നു കാണാതെ വൈകുന്നു കണ്ടിട്ടും കണ്ടിട്ടും പോയാതായി എന്താ വോയിസ് ശ്രീരാം മാത്രമല്ല ശ്രേയ ഘോഷലും ഫീൽഡ് ഔട്ടാവും ഇത് എയറിൽ വിട്ട് കഴിഞ്ഞാൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ വിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക. ഇതിപ്പോൾ അവർ കേൾക്കുന്നവർ വിചാരിക്കും 10-18 വയസ്സായിട്ടുള്ളൂ എന്ന്. പക്ഷേ 40 വയസ്സായെന്നോ അവർ അറിഞ്ഞാൽ അവരാകെ ഞെട്ടിക്കോരിത്തിരിക്കണ്ട. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 40 ക്ലബിലോട്ട് സ്വാഗതം. ഇനിയിപ്പോൾ എന്തായാലും കുടുംബത്തിനുള്ള ചിലവ് വളരെ കുറയും. അത് ഞാൻ യൂസ് ചെയ്യുന്ന അതേ മുട്ടുവേനിക്കുള്ള എണ്ണ എൻ്റെ ഗ്ലാസ് യൂസ് ചെയ്യാം റൈഡിങ്ങിന്. പിന്നെ ഓൾറെഡി ടെന്നീസ് എൽബോ ഉണ്ട്, ബാക്ക് പെയിൻ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇപ്പം എന്തായാലും അതിൻ്റെതായ പ്രായത്തിൻ്റെതായ എല്ലാ സിംറ്റംസും ഉള്ളതുകൊണ്ടും യു ആർ റിയലി ആൻ എലിജിബിൾ പേഴ്സൺ ടു ജോയിൻ അവർ ക്ലബ്. എനിവേ ബർത്ത്ഡേ വിഷസും കൂടെ ഇനിയും ഒരു 40 കൂടെ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹായ് സൗമ്യേച്ചി, അപ്പോൾ എന്തായാലും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഓൾഡ് ലേഡി. 40 എന്നാണ് ഒഫീഷ്യലി ഞാൻ കേട്ടത്. എനിക്ക് സംശയമുണ്ട് 40 ആണോ 50 ആണോ എന്നുള്ളതിൽ. ബട്ട് എന്തായാലും വയസ്സായി തുടങ്ങി. നാൾക്ക് നാൾ നമുക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നിങ്ങൾ വയസ്സായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയതുപോലെ ചാടുക, ഓടുക, മരത്തിൽ കയറുക, പിന്നെന്താണ് അപ്പം ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് കമ്മിയാക്കണതാണ് നല്ലത്. നമുക്ക് വയസ്സായി തുടങ്ങി എവിടെയെങ്കിലും വീണ് എല്ലിനോ അല്ല എന്തെങ്കിലും ഇതായി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാണ്. ഈ വയസ്സന്മാരെയൊക്കെ നോക്കാൻ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഈ അനിയൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ചിലവ് വരാൻ മറക്കണ്ട. നിങ്ങളെന്തായാലും വെക്കേഷനൊക്കെ വരുന്നുണ്ടല്ലോ, വിഷു കൊയ്നട്ടം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു വൻ ചിലവ് ആയിട്ട് നിങ്ങൾ തന്ന അനിയൻ അത്രയും സന്തോഷപ്പെടും. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ചിലവ് ഫുഡായിട്ട് തന്നെ തരണമെന്നൊന്നുമില്ല. ഡ്രസ്സായിട്ടാണെങ്കിലും എപ്പോഴും പറയുന്ന പോലെ ഈ സ്നേഹം തരാമെന്നുള്ള ഇതുണ്ടല്ലോ, മതി. ഒരുപാട് കിട്ടിക്കഴിഞ്ഞു, സ്നേഹമൊന്നും വേണ്ട. ഡ്രസ്സായിട്ട് അനിയന് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും ഒരു സാധനം തന്നാൽ ഞാൻ വളരെ സന്തുഷ്ടനും സന്തോഷവാനും ആവും എന്ന് ഞാൻ കരുതുന്നു. സോ ബൈ. സൗമ്യ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. 40 വയസ്സായില്ലേ സൗമ്യ ചേച്ചി? കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കുറേ പെൻഷൻ സ്കീമൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പൈസയൊക്കെ കയറിയാൽ നോക്കണം. പ്രധാനമന്ത്രി പെൻഷനും പിന്നെ മറ്റേതാണ് NPS പെൻഷനും, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ പറയാം, നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പൈസയൊക്കെ ഒന്ന് കയറിയാൽ നോക്കണം. കാരണം നമുക്ക് 40 വയസ്സായില്ലേ സൗമ്യ ചേച്ചി? ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സേവ് ചെയ്യണം, പൈസയൊക്കെ സേവ് ചെയ്യണം. കാരണം അസുഖങ്ങളൊക്കെ വരാനായില്ലേ. ഇനി കണ്ണിൽ തിമിരുവോ? കാരണം 40 വയസ്സായില്ലേ സൗമ്യ ചേച്ചി? അതിനൊക്കെ പൈസ കുറച്ച് സേവ് ചെയ്യണം. കല്ലിൻ്റെ ഒപ്പം ചാടാൻ നിൽക്കല്ലേ. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ. പക്ഷെ നമുക്ക് 40 വയസ്സായില്ലേ സൗമ്യ ചേച്ചി? 40. ഹായ് സൗമ്യ ചേച്ചി, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്ക് ഞാൻ എന്താ വിഷയം അതിൽ കൂടുതൽ നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു 13-14 ഉണ്ടാകുമ്പോഴാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് കല്യാണം കഴിയുന്നത്. അന്ന് എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതേ സംഭവം തന്നെയാണ് ആഫ്റ്റർ 20 ഇയേഴ്സ് ഇപ്പോഴും. 20 ഇയേഴ്സ് അല്ല, 17 ഇയേഴ്സ് സംതിങ് ഇപ്പോഴും. അപ്പോൾ 23 വയസ്സിലുണ്ടായിരുന്ന അതേ എനർജി ഈ 40 വയസ്സിലും കാത്ത് സൂക്ഷിക്കുന്ന ഒരു പേഴ്സണ് ഇനി അങ്ങോട്ടുള്ളൊരു 20-40 വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പോഴും ഇതേ എനർജി സസ്റ്റെയിൻ ആവട്ടെ എന്ന് ഞാൻ അഗെയിൻ ആശംസിക്കുന്നു. ഹാപ്പി മൈൽ സ്റ്റോൺ ബർത്ത്ഡേ. 40 ആയില്ലേ? കണ്ടാൽ പറയില്ലെങ്കിലും പ്രായമായിട്ടോ. 40. അപ്പോൾ അടിച്ചു പൊളിക്കൂ. ബർത്ത്ഡേ ഒക്കെ വന്നിട്ട് അതിൻ്റെ ട്രീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം.
എല്ലാ ബർത്ത്ഡേയും മിസ്സായ പോലെ ഇത് മിസ്സാവാൻ പറ്റില്ലല്ലോ. 40 അല്ലേ. അപ്പോൾ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് സെറ്റാക്കാം. ഹാപ്പി ബർത്ത്ഡേ സോമ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ സോമ ചേച്ചി. നല്ല മഴയാണ്, കോട്ടയൊക്കെ പിടിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് ഷോപ്പൊക്കെ ആയിക്കോട്ടെ, മഴയല്ലേ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കട്ടെ. നിങ്ങളുടെ ബർത്ത്ഡേ തന്നെയല്ലേ, അതുകൊണ്ട് ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ കൊണ്ട് കൊട്ടയൊക്കെ പിടിച്ച് ഒരു വീഡിയോ എടുക്കാൻ വിചാരിക്കും. അങ്ങനെ 40 വയസ്സായില്ലേ. എന്തായാലും ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ 40 വയസ്സായിട്ടും 18 വയസ്സുള്ള ഒരു കുട്ടിയാണല്ലോ ഞങ്ങളുടെ ഫാമിലിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടാലും കേട്ടോ, കണ്ടാൽ അതൊന്നും തോന്നിയിട്ടുണ്ടോ? കണ്ട 10, 40, 50 വയസ്സുകളിലെ കളികയാണെന്ന് ഇല്ല. പക്ഷേ 18 ഉള്ളൂ കേട്ടോ കാരണം കൊണ്ട്. എനിവേ ഒരു അടിപൊളി ചേച്ചിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും, സ്വഭാവമായാലും ക്യാരക്ടറായാലും. സ്വഭാവം ക്യാരക്ടറും ഒന്നാണല്ലോ ഈശ്വര, അത് പോട്ടെ. ഈ മണ്ടത്തരങ്ങളുണ്ടാവും, ഈ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേട്ടിട്ട് ചിരിക്കാനുള്ളൂ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ എനിവേ ഞങ്ങൾ രണ്ടുപേരുടെയും അടിപൊളി മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ വലിയ അടിച്ച് പൊളിക്കുന്ന ഫാമിലി രണ്ടുപേരും പറയുന്നത് സൂപ്പർ കപ്പിളാണ്. സോ അത് എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹായ്. 40കളുടെ നിറവിൽ എത്തി നിൽക്കുമ്പോഴും ആ സൗന്ദര്യം, ആ കുലീനത, അച്ചടക്കം, ചുറുചുറുക്ക്, പാചക നൈപുണ്യം, ഇതെല്ലാത്തിലും ഞങ്ങൾക്ക് മാതൃകയായ ഞങ്ങളുടെ സ്വന്തം സൗമ്യയ്ക്ക് 1000 ജന്മദിനാശംസകൾ. കുറച്ച് അകത്തിയെടുക്ക്. അല്ല സൗമ്യക്ക് 40 years ആയി. കുറച്ച് അത്ര അടുത്തൊന്നും കാണില്ല. 40 വയസ്സെന്ന് പറയുന്നത് മോശമല്ലേ? അല്ല അയ്യോ തുടങ്ങിയോ? വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. നോട്ടി അച്ഛൻ 30 അല്ല 40 തന്നെ ഉണ്ട്. കഷ്ടപൂർത്തി വയസ്സായില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട് സൗമ്യേച്ചി. അതായത് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, കഴിഞ്ഞോ? അമ്മൂമ്മ ഓക്കെ കൊടുക്കല്ലേ?